അടിവസ്ത്രം വെട്ടിമാറ്റി തെളിവ് നശിച്ചവൻ എന്ത് ധാർമ്മികതയുടെ പേരിലാണ്, അല്ലെങ്കിൽ എന്ത് മര്യാദയുടെ പേരിലാണ് വീണ്ടും ജനപ്രതിനിധിയായത് എന്നും അതിനേക്കാളും ജനങ്ങളെ ഭരിക്കുന്ന മന്ത്രിയായത് എന്നും നമുക്കറിയില്ല. ആന്റണി രാജു നേതാവ് വെറും ഒരു അഭിഭാഷകൻ മാത്രമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവും MLA-യും മന്ത്രിയുമൊക്കെയാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ ഇത്രയും അപമാനിച്ച് ശിക്ഷയും വാങ്ങി MLA സ്ഥാനവും പോയി ജയിലിൽ കിടക്കുകയാണ്. പറയുന്നത് അദ്ദേഹം MLA ആയി നിൽക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം CPM ഏറ്റെടുത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ മണ്ഡലത്തിലും CPM മത്സരിക്കാൻ വരുന്നു എന്നുള്ളതാണ് വാർത്ത വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ആശയവിനിമയം ഈ തിരക്കിനിടയിലും ആന്റണി രാജുവുമായി നടന്നുവെന്നാണ് വിവരം. എന്നാൽ ആന്റണി രാജുവിനെ പോലെ തന്നെ പ്രതികളാണ് CPM-ഉം പിണറായി വിജയനും എന്നുള്ളതാണ് സത്യം. അതായത് ആന്റണി രാജു ആദ്യം മുതൽ തന്നെ MLA ആയത് PJ ജോസഫ് എന്ന രാഷ്ട്രീയ ആചാര്യന്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നാണ്. എന്ന് വച്ചാൽ PJ ജോസഫ് ഇടതുമുന്നണിയായിരുന്നു പണ്ട് മുതൽ തന്നെ. എന്നാൽ KM മാണിയുമായി അടുത്ത് PJ ജോസഫ് UDF-ലേക്ക് വരുമ്പോഴും ഈ ഷഡ്ഡിമുറി വീരൻ ആന്റണി രാജു UDF-ലേക്ക് വന്നിട്ടേയില്ല. കാരണം കോടതിയെ വഞ്ചിച്ച് ഏത് നിമിഷവും അകത്ത് കിടക്കാനുള്ള ഒരു കള്ള നേതാവിനെ സംരക്ഷിക്കാൻ UDF തയ്യാറാകില്ല എന്നറിയിച്ചതാണ്. പിണറായിയും CPM-ഉം അന്ന് ഉറപ്പു നൽകി സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളത്. അതിനുശേഷമാണ് ആന്റണി രാജു MLA-യും മന്ത്രിയുമെല്ലാം ആയതും CPM ആക്കിയതും. കേരളത്തിന്റെ റോഡുകളിൽ വെച്ച AI ക്യാമറകളിൽ നടന്ന കോടികളുടെ അഴിമതി അത് ആന്റണി രാജുവും പിണറായി വിജയനും നടത്തിയത് എന്ന് നാട്ടിൽ പാട്ടാണ്. അങ്ങനെ കൂട്ടുകച്ചവടം നടത്താൻ വേണ്ടി ഒരു കള്ളനെ കൂടെ കൂട്ടിയ അതേ CPM പറയുന്നു ആ സീറ്റ് ഏറ്റെടുക്കാൻ ഞങ്ങൾ പോകുന്നു എന്നുള്ളത്. സത്യത്തിൽ ഒന്നാം പ്രതി കള്ളനെ സംരക്ഷിച്ച CPM ആണ് എന്ന് തിരുവനന്തപുരം പറഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ എന്നാൽ UDF ക്യാമ്പുകളിൽ വലിയ സന്തോഷമാണിത്. കാരണം CPM-ന്റെയും ആന്റണി രാജുവിൻ്റെയും തട്ടിപ്പിൽ അതിശക്തമായ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ ഒരു പണി കൊടുക്കാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് KS ശബരിനാഥനെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നാണ് അറിയുന്നത്. MLA അകത്തായതുകൊണ്ട് മാത്രമല്ല, VS ശിവകുമാറിൻ്റെ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ. ആ തിരുവനന്തപുരം സെൻട്രലിൽ ശിവകുമാറിൻ്റെ വിജയസാധ്യത വളരെ കുറഞ്ഞതും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞതുമെല്ലാം അത് കാരണം ശിവകുമാറിൻ്റെ പേര് മാറ്റി. അദ്ദേഹം നെയ്യാറ്റിൻകരയിലോ പാറശാലയിലോ അദ്ദേഹത്തെ പരീക്ഷിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. ആ സമയം തിരുവനന്തപുരം സെൻട്രലിൽ KS ശബരിനാഥനെ മത്സരിപ്പിക്കാനും മാസങ്ങൾക്ക് മുൻപേ തന്നെ പാർട്ടിയിൽ ഏകദേശ തീരുമാനമായതാണ്. അതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നായകനായി മാറി കവടിയാറിൽ ശബരിനാഥൻ ജയിച്ചു വന്നതും കോൺഗ്രസ് ഇരട്ടി സീറ്റിലേക്ക് കുതിച്ചുയർന്നതും. അതോടെ ശബരിനാഥന്റെ ഗ്രാഫും ഉയർന്നു. ശബരിനാഥൻ തലസ്ഥാന നഗരത്തിന്റെ മുത്തായി മാറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടി വേറെയുണ്ടെങ്കിലും വ്യക്തിപരമായി തലസ്ഥാന നഗരത്തിന്റെ ഹീറോ കാർത്തികേയന്റെ മകൻ ശബരിനാഥൻ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ ശബരിനാഥൻ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. CPM-ന്റെയും അവിടുത്തെ MLA ആയിരുന്ന ആന്റണി രാജുവിൻ്റെയും ഷഡ്ഡിയിൽ പോലും കൃത്യം കാണിക്കുന്ന രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുകയും അത് ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ അടുത്ത പണി. അടിവസ്ത്രം പോലും നാണിച്ചുപോയ LDF ഭരണത്തിൽ ജനം മാറ്റം ആഗ്രഹിച്ച സ്ഥിതിക്ക് തിരുവനന്തപുരം സെൻട്രൽ ശബരിനാഥൻ എളുപ്പം തൂക്കുക തന്നെ ചെയ്യും.